ഇമാതിരി സ്ഥാപനങ്ങളും വയത് പറയുന്ന ആളുകളും മൊയ്ലാന്മാരും ദഅവത്തും ഒക്കെ നടത്തുന്ന 95.4% സുന്നികൾ താമസിക്കുന്ന കേരളത്തിൽ ഈ പുസ്തകത്തിന്റെ ഈ പേജില് എന്തേ ഒരു സുന്നിയെയോ ഒരു സുന്നി സംഘടനകളെയോ പറയാതിരുന്നത്? പറയൂ. സംഘടനകളെയും വ്യക്തികളെയും പേരെടുത്തെഴുതിയ കൂട്ടത്തിൽ അള്ളാന്റെ ദീനിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന സജീവമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെയോ പ്രസ്ഥാന നായകന്മാരെയോ അതിന്റെ പ്രവർത്തകരെയോ എന്തുകൊണ്ട് പറഞ്ഞില്ല? മുസ്ലിങ്ങൾ പഠിച്ചോ? ബഹുഭൂരിപക്ഷം വരുന്നവരും സുന്നികളായി ഇവിടെ. അതാ ഞാൻ 95.4% പറഞ്ഞത്. 5% ഈ സാധുക്കൾ എല്ലാം കൂടി കൂട്ടിയാൽ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളും സുന്നി നേതാക്കളും അന്യമതസ്ഥരായ ആളുകളെ വേണ്ടടുത്തും വിമർശിക്കണ്ട എന്ന റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനം നിലനിർത്താൻ അണികളെ പഠിപ്പിച്ചതുകൊണ്ടാണ് ചാന്ദ്വാദ് പാദത്തിന്റെ പാലങ്കാർക്കൊന്നും നമ്മെക്കുറിച്ച് പറയാൻ വാക്കുകളില്ലാതിരുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചു പോയ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഇസ്ലാമിനെ പഠിക്കേണ്ടത് സുന്നികളെ നോക്കിയിട്ടാവണം. സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെയും നേതാക്കളെയും നോക്കിയിട്ടാവണം. ഞാൻ മനസ്സിലാക്കി. ഇന്നലെയും ഈ സ്റ്റേജിന്റെ പ്രവർത്തനത്തിൽ ഒരു മുസ്ലിം സഹോദരൻ, എന്തോ അവന്റെ പേര് ആനിലോ എന്തോ, അൽഹംദുലില്ലാ, കണ്ടോ സഹകരണം. അതേപോലെ അപ്രത്യേകം ചെയ്തു കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൽ കാണുമ്പോ അമ്പലത്തിന്റെ അടുക്ക ചെന്നിട്ട് ഒരു 10 രൂപ എടുത്തിട്ട്, ഭഗവാനെ എന്നെ കാക്കണേ, നീ പറയല്ലേ, നീ പുറത്താണ് ഇസ്ലാമിന്റെ. കുരിശുപള്ളി കാണുമ്പോ കന്യാമറിയമേ എന്നെ രക്ഷിക്കണേ, എന്നാ ഒരു 100 പിടിച്ചോ, കാണിക്ക വഞ്ചിയിൽ ഇടല്ലേ, നീ പുറത്താണ്. അത് പറ്റില്ല, നിന്റെ വിശ്വാസം തെറ്റിപ്പോകും. എന്നാലോ രാവിലെ കുളിച്ച് ഫ്രഷായി വണ്ടിയും എടുത്ത് മാർക്കറ്റിലേക്ക് പോകുന്ന വഴി അതേ അമ്പലത്തിലുള്ള വിശ്വാസക്കാരനാ കാണിക്ക വഞ്ചിയിൽ വിശ്വസിക്കുന്നവൻ തടഞ്ഞു നിർത്തി, അബൂബക്കർ ഹാജി എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ല, ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പോ അതേ അബൂബക്കർ ഹാജി ഒരു 100 രൂപ എടുത്ത് 10 രൂപ എടുത്തു കൊടുത്ത് ആ സഹോദരനിലേക്ക് കൊടുക്കുമ്പോ, നാരായണനോ സാവിത്രിക്കോ കൊടുക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ള സകലമാന വ്യക്തികൾക്ക് നീ നന്മ ചെയ്തോ, ജാതി നോക്കണ്ട, മതം നോക്കണ്ട, കുടുംബം നോക്കണ്ട, വർണ്ണം നോക്കണ്ട, പാർട്ടി നോക്കണ്ട, ആർക്കും നിങ്ങൾക്ക് നന്മ ചെയ്യാം. അള്ളാന്റെ റസൂൽ അതാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ അംഗീകരിക്കാതിരുന്നാൽ മതി. പരസ്യമായി അവർ സഹായിച്ചോ, സഹായിക്കണം. നിന്റെ അയൽപക്കക്കാരൻ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ, മരിച്ചാൽ പോകണം. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു, മരിച്ചാൽ പോകണം. പോയാ മാത്രം പോരാ. അയൽവാസി നീയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന നാരായണനോ വർഗീസോ ഫാത്തിഹോ ആണെങ്കില്, അല്ലെങ്കിൽ മറിയാമ്മയോ സാവിത്രിയോ ആണെങ്കിൽ അവരെ കബറടക്കം ചെയ്യുന്ന പള്ളി വരെയോ, അല്ലെങ്കിൽ ഹിന്ദുക്കളാണെങ്കിൽ അവരെ സംസ്കരിക്കുന്ന സ്ഥലം വരെയോ, അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ നീ പോകുന്നതിൽ തെറ്റില്ല എന്ന് പഠിപ്പിച്ച മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. കൊണ്ടോ സൗഹൃദം? വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് മാറാൻ പാടില്ല. അല്ലാത്ത ഏത് മാനുഷിക ബന്ധങ്ങളിലൂടെയും പോകാം. അപ്പൊ ഇത്തരത്തിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിം സഹോദരൻ, അവരുമായി സൗഹൃദം ഉണ്ടാക്കണം, മതം പഠിക്കണം എന്നാണ് ഞാൻ ആകത്തുക ഒരു ദിവസത്തെ പ്രഭാഷണം ഏതാനും മിനിറ്റുകളുടെ അല്ലേ, അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയത്. പറഞ്ഞതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രശ്നം ഇസ്ലാമിന്റെ ശോഷണം, മുസ്ലിം സഹോദരന്മാരെ കണ്ടുകൂടാത്ത രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ സൃഷ്ടിച്ചത് ബിദ്അത്തിന്റെ കക്ഷികളല്ലേ. സാധാരണ ഉള്ളിൽ കയറി കൊട്ടാനും മുട്ടാനും കൊണ്ടുവന്ന വടികളൊക്കെ തച്ചു തകർത്തു. നേരെ അതാ പുറപ്പെടുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ച് അവിടെ എത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുന്നു. എതിരാളികൾ പോലും കറാമത്ത് അംഗീകരിച്ച വലിയ വ്യക്തിത്വമാണല്ലോ ഉമർ ഖാദി റഹിമഹുല്ലാഹ്.